ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൈദയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് തന്നെ ചേർക്കുക. നെയ്യ് ചേർത്താലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളമല്ല കേട്ടോ, പച്ചവെള്ളം തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരുപാട് ലൂസായി പോകണ്ട. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനൊരു സവാള അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. വളരെ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മിൻസ്ഡ് മട്ടനാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മട്ടന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഇല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതൊരു മസാല റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടനായത് കാരണം തന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. കുരുമുളകിൻ്റെ ആ ഒരു എരിവായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, ഒന്നുകൂടെ ഉരുട്ടിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്നിച്ചൊന്ന് വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ 2 ഭാഗങ്ങളാക്കിയിട്ട് ആണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ചപ്പാത്തിയുടെ കനത്തിൽ അത്രയും ഒരുപാട് കട്ടിയിൽ വേണ്ട, ഈ ഒരു കനത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. ഇനി എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാത്രം വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എത്ര പരത്തിയെടുത്താലും കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ ആയി കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ബാലൻസ് വരുന്ന മാവ് വീണ്ടും പരത്തിയെടുക്കണം. ഇനി ഒരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 4 ഭാഗം ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഭാഗം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. മസാല പുറത്ത് പോകാത്ത രീതിയിൽ അതിൻ്റെ ആ ഒരു 3 ഭാഗം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ബാക്കി വരുന്ന ആ ഒരു 2 ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഇതിൻ്റെ ഓരോന്നും നമ്മൾ ആദ്യം ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഡിസൈനായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് കാണാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഒരു ഭംഗിയാണ് കാണാനൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്നും നമ്മളിതുപോലെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെയൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒരുപാട് സമയം ഒക്കെ ഇല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ആ ഒരു മടഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ നല്ലപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടല്ലോ ആ ഭാഗം, അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗം നല്ലപോലെ മൊരിഞ്ഞിട്ടുള്ള ഈ ഒരു പാകമാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.